വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സെൻറ്റർ ക്ലിപ്പ് ചെയ്താലോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ സെൻറ്റർ ക്ലിപ്പ് സ്റ്റോൺ, കുറച്ച് അക്രാലിക് ഫ്ലവർ, ഒരു ഫെൽറ്റ് ഷീറ്റ് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ഹെയർ ബോയിൽ നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ കവറാവുന്ന രീതിയിലുള്ള ഒരു പീസാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കത് വെച്ച് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. രണ്ട് സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ കൊടുക്കുന്നു. ഞാൻ എടുക്കുന്നത് ഇത് ക്ലിപ്പ് സ്റ്റോണാണ്, വലിയ ക്ലിപ്പ് സ്റ്റോണാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ളത് വേണം എടുക്കാം, അല്ലെങ്കിൽ വലിയ സ്റ്റോൺസോ പേളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ട്, കാരണം നമുക്കിതൊക്കെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കെല്ലാം വലിയവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്നിട്ട് ഞാൻ വെറുതെ ചെയ്ത് നോക്കിയത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യം ആ സെൻറ്റർ ക്ലിപ്പ് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ അക്രാലിക് ഫ്ലവർ വെച്ച് കൊടുത്തു. അതിനുശേഷം വീണ്ടും കുറച്ച് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച്, ഇപ്പം ഞാൻ ഈ സ്റ്റോൺസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ആക്സസറീസ് ഉണ്ടാവും അതൊക്കെ വെച്ച്, അല്ലെങ്കിൽ ബീഡ്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് കുറച്ച് ബീഡ്സ് വെച്ചു. അതിനുശേഷം വീണ്ടും ആ ഒരു ഫ്ലവർ അവിടെ വെച്ച് കൊടുക്കുന്നു. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിലാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യുക, അവിടെ എന്താ പറയുക, കുറച്ച് ബീഡ്സ്, അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. വീണ്ടും ഒരു ഫ്ലവർ കൂടെ വെച്ച് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ ഇത് ഇളകി വരും. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റിന് പകരം നമുക്ക് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് യൂസ് ചെയ്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഞാൻ ഫെൽറ്റ് ഷീറ്റ് ആകുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് ഫെൽറ്റ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ആണെങ്കിൽ പെട്ടെന്ന് അത് പേസ്റ്റായി കിട്ടും, അത് ഇളകത്തൊന്നുമില്ല, രണ്ടും ഇളകില്ല. പക്ഷേ ഇതിൽ നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ കുറച്ച് നല്ല ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് അടുത്ത സൈഡിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ബീഡ്സ്, ഒരു രണ്ട് സൈഡിലേക്ക് മേളിലും താഴെയും രണ്ട് ബീഡ്സ് കൊടുക്കുന്നു. അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നു. ക്ലിപ്പ് സ്റ്റോണിൻ്റെ ചെറുത് ഞാൻ വെച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധാരണ ഡയമണ്ട് സ്റ്റോൺ വെച്ച് കൊടുത്താലും മതി. ഡയമണ്ട് സ്റ്റോൺ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്തൊരു ക്ലിപ്പ് സ്റ്റോൺ വെക്കുക. ഇനി അതങ്ങ് ഈ ഓപ്പോസിറ്റ് ചെയ്ത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടൊരു 5 മിനിറ്റ്സ് വേണ്ട നമുക്കിത് ചെയ്തെടുക്കാൻ. ശരിക്കും പറഞ്ഞു ഒരു 3-4 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? കാരണം ഇത് ഒത്തിരി സമയം ഡ്രൈ ആവാനോ അങ്ങനെയൊന്നും വയ്ക്കുന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ടേനോ ഒരു 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് പേസ്റ്റായി കിട്ടുകയും ചെയ്യും. കണ്ടല്ലോ? അതിനുശേഷം ഇനി അടുത്ത് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. അവിടെ വീണ്ടും നമ്മൾ ആ ഫ്ലവേഴ്സ് ജസ്റ്റ് ഇങ്ങനെ 3 വെച്ച് കൊടുക്കുക, ബീഡ്സ് വയ്ക്കുക. ഇതൊക്കെയേ ഉള്ളൂ ചെയ്യാനായിട്ട്. കണ്ടോ? അവിടെ 3 ബീഡ്സാണ്, 3 ഫ്ലവറാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്. ഇത് 3 കളറിലാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സെൻറ്ററിലുള്ള ക്ലിപ്പ് സ്റ്റോൺ വേറെ കളറിലാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഒറ്റ കളർ സിംഗിളായിട്ട് ചെയ്ത് നോക്കിയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ? വീണ്ടും എന്ത് ചെയ്യുക, അവിടെ ബീഡ്സ് കൊടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് സ്റ്റോൺസ് ഒക്കെ വെച്ച് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുക. ഇനി ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ അകത്തേക്ക് സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് അതിനങ്ങ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സെൻറ്ററിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ആ സൈഡൊക്കെ നല്ല ഉരുക്കിയെടുത്തു. അതിനുശേഷം നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് എടുത്ത് സെൻറ്റർ ക്ലിപ്പിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് വെച്ചൊന്ന് പേസ്റ്റ് ചെയ്ത് എടുക്കുന്നു. ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2 സെക്കൻഡ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ച ഉടനെ അങ്ങ് മാറ്റി കൈ എടുക്കരുത്. ഒരു 2 സെക്കൻഡ് നമ്മൾ കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മളവിടെ അവിടെ ഇതുപോലെ അങ്ങ് വെച്ച് പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. 2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് പിടിച്ചിരിക്കുമ്പോൾ നല്ല സെറ്റായി കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പല വെറൈറ്റി ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.